നീ എൻ്റെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം എനിക്ക് നിന്നെ തൊടണമെന്ന് തോന്നിയ ഞാൻ ഇനിയും തൊടും. അതിനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്, കേട്ടോടി. അവളെ സോഫയിലേക്ക് തള്ളിക്കൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. തകർന്ന മനസ്സുമായി അനു ആ സോഫയിലേക്കും. അനു രാവിലെ ഉറക്കമുണർന്നതും കാണുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന ബെഡാണ്. അവൾ ക്ലോക്കിലേക്ക് നോക്കിയതും സമയം കണ്ട് ഞെട്ടി. 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ കരഞ്ഞു തളർന്ന് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല. പോരാതെ സ്വസ്ഥമായി ഉറക്കമില്ലാത്ത ദിവസങ്ങളും. അതുകൊണ്ടായിരിക്കും ഇന്ന് ഉറങ്ങിപ്പോയത്. ഡേവിഡിനെ എവിടെയും കാണാതായപ്പോൾ അവൾ ബാത്റൂമിലും ബാൽക്കണിയിലും അവനെ നോക്കി. കാണാതായപ്പോൾ ഡേവിഡ് പോയി എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. കാരണം അവൻ്റെ സാധനങ്ങളും മുറിയിലില്ലായിരുന്നു. സാധാരണഗതിയിൽ രാവിലെ ഉണരാൻ വൈകിയാൽ മുഖത്തേക്ക് ഒരു കപ്പ് വെള്ളം വന്ന് പതിക്കേണ്ടതാണ്. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മ വന്നത്. അതെ, ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്. അവരെ കാണാനോ വിഷ് ചെയ്യാനോ എന്തായാലും പറ്റില്ല. അതുകൊണ്ടൊന്ന് അമ്പലത്തിൽ പോകണം. ഡേവിഡിനോട് ചോദിക്കാൻ സാധിക്കാത്തത് നഷ്ടമായി പോയി. ഇനി ചോദിക്കാതെ പോയാലോ എന്ന് ഓർത്തതും അവൾക്ക് ചെറിയ തോതിലൊരു ഭയം തോന്നി. ഇനി വിളിച്ച് സമ്മതം ചോദിക്കാനുമെന്ന് വിചാരിച്ച അവനെ വിളിക്കാനുള്ള ഫോൺ നമ്പർ പോലും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം അതേ ഇരുപ്പിരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു. താഴേക്കിറങ്ങിയതും കാണുന്നത് എമ്മി മോളെ ഭക്ഷണം കഴിപ്പിക്കുന്ന ലിസയെയാണ്. ലിസയെ നോക്കി അനു ഒരു വരണ്ട ചിരി ചിരിച്ചു. ഉറക്കം ശരിയാവാത്തത് കൊണ്ട് അനുവിൻ്റെ കണ്ണുകളെല്ലാം കുഴിഞ്ഞു വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു. ആഹാ, എഴുന്നേറ്റോ? ഡേവിഡും ഷായിനും പപ്പയും ചെറിയ പപ്പയും എല്ലാം കാലത്തൊരു 6 മണിക്ക് തന്നെ പോയി. ഇന്ന് അർജൻറ്റായി എന്തോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അല്ലെങ്കിലും അവർക്ക് എപ്പോഴും ഓഫീസ് മീറ്റിംഗ് ഒക്കെ അല്ലേ ഉള്ളൂ. അങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് സാറ പറഞ്ഞു, മോളെ എഴുന്നേറ്റോ? കാപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്, വന്നാ കുടിക്കാം. തന്നെ നോക്കി സ്നേഹത്തോടെ സംസാരിക്കുന്ന സാറയെ നോക്കി അനു ഒന്ന് ചിരിച്ചു. പെട്ടെന്നാണ് അങ്ങോട്ട് എലിസബത്തും വല്യമ്മച്ചിയും കടന്നു വന്നത്. ഓ, എഴുന്നേറ്റോ? ഇന്നലെ നിന്റെ കാലത്തുള്ള അവനെ തീറ്റിക്കലും എല്ലാം കണ്ടപ്പോൾ ഞാൻ കരുതി കുടുംബത്തിൽ പിറന്നതായിരിക്കുമെന്ന്. എന്നിട്ട് ഇന്നതാ നട്ടുച്ചവരെ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കുന്നു. വല്യമ്മച്ചി അനുവിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും അങ്ങനെ തന്നെ ഈ അമ്മച്ചി പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടില്ലേ? എലിസബത്ത് കൂടി അതിനെ പിന്താങ്ങിയതോടെ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവരുടെ കുറ്റപ്പെടുത്തലിന് മുൻപിൽ തലതാഴ്ത്തി നിൽക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ. എന്താ അവിടെ? ഗൗരവമാർന്ന ശബ്ദത്തിൻ്റെ ഉടമ വല്യപ്പച്ചനാണെന്ന് നിമിഷ നേരം കൊണ്ട് അനു തിരിച്ചറിഞ്ഞു. വല്യപ്പച്ചനെ കണ്ട ഉടനെ ഒന്ന് പതറിയെങ്കിലും വല്യമ്മച്ചി അത് മുഖത്തു കാണിച്ചില്ല. അതിച്ചായ വല്യമ്മച്ചി സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് വല്യപ്പച്ചൻ വല്യമ്മച്ചിയെ കൂർപ്പിച്ചൊന്ന് നോക്കി. അതോടുകൂടി വല്യമ്മച്ചി നല്ല കുട്ടിയായി. മോളെ, ഭക്ഷണം കഴിച്ചോ? അനുവിനെ നോക്കിക്കൊണ്ട് വാത്സല്യത്തോടെ വല്യപ്പച്ചൻ തിരക്കി. അനു ഇല്ല എന്ന് തലയനക്ക് കാണിച്ചു. ലിസ മോളെ, മോളൊന്നും കഴിച്ചില്ലല്ലോ. 2 പേരും ചെന്ന് എന്തെങ്കിലും കഴിക്ക്. ശരി വല്യപ്പച്ച. കിട്ടിയ തക്കത്തിന് ലിസ വേഗം അനുവിൻ്റെ കൈപിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. അനു പോയ ഉടനെ വല്യപ്പച്ചൻ വല്യമ്മച്ചിയെ തന്നെ കലിപ്പിൽ നോക്കി. അത് കണ്ടതും വല്യമ്മച്ചി തലതാഴ്ത്തി നിന്നു. നീ എന്തൊക്കെയാണ് ആ കുട്ടിയോട് സംസാരിച്ചത്? നമ്മുടെ ലീനമോളേക്കാൾ 1-2 വയസ്സ് കൂടുതൽ. അത്രയോ അവൾക്കുള്ളൂ. ലീനമോൾ ഈ വീട്ടിൽ 10 മണി വരെ കിടന്നുറങ്ങുന്നതിന് നീ ഇതുവരെ അവളുടെ നേരെ ശബ്ദമുയർത്തി ഞാൻ കണ്ടിട്ടില്ല. എന്തിന്? അനുമോളെ പോലെ തന്നെ ഇവിടുത്തെ മരുമകളാണ് ലിസയും. അവളും ഇതുപോലെ ചില ദിവസങ്ങളിൽ 9 മണി വരെ കിടന്നുറങ്ങാറുണ്ട്. അന്ന് നീയും എലിസബത്തും കൂടി പറയുന്നത് എന്താ? കുഞ്ഞിനെ കൊണ്ട് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൾ ഈ സമയത്ത് കിടന്നുറങ്ങുന്നത് എന്നല്ലേ? ആ കുട്ടിയുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയില്ലേ ഈ വീട്ടിലുള്ള അവളുടെ ഉറക്കവും ഭക്ഷണവും ഒന്നും ശരിയാകുന്നില്ല എന്ന്. ഒരു പെൺകുട്ടി പുതിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ കൂടെ താങ്ങായി തണലായി നിന്ന് അവളെ സപ്പോർട്ട് ചെയ്യുക, അതല്ലേ വേണ്ടത്? ലിസമോൾ ഈ വീട്ടിലേക്ക് 4 വർഷം മുൻപ് മരുമകളായി കടന്നു വന്നപ്പോൾ നിങ്ങൾ അവളെ താഴെയും തലയിലും വെക്കാതെയാണ് കൊണ്ടു നടന്നത്. അതുപോലെ തന്നെയാണ് അനുമോളും. അവളെ നിങ്ങൾ താഴെയും തലയിലും വെച്ചുകൊണ്ട് നടന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുത്തുവാക്കുകൾ ഒഴിവാക്കാം. ആദം ലിസയെ പ്രണയിച്ച ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. അവൻ്റെ ഇഷ്ടത്തോടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അവർ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയത്. എന്നാൽ എൻ്റെ ഡെവിയുടെ ജീവിതത്തിലേക്ക് ഇവൾ വന്നത് എങ്ങനെയാണെന്ന് ഇച്ചായനറിയില്ലേ? അവനിതുവരെ അവളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള ബന്ധം തുടരുന്നതിനേക്കാൾ നല്ലത് അത് തുടക്കത്തിലെ വേരറുത്തു മാറ്റുന്നതല്ലേ? പതിഞ്ഞ ശബ്ദത്തിലാണ് വല്യമ്മച്ചി അത് സംസാരിച്ചത് എങ്കിലും അവയ്ക്ക് ദൃഢത ഉണ്ടായിരുന്നു. റീത്തെ, നീ എന്ന് മുതലാണ് ഇത്രയ്ക്ക് സ്വാർത്ഥയായി ചിന്തിച്ചു തുടങ്ങിയത്?
നീ നിന്റെ മകനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു മനുഷ്യജീവിയാണ് ആ പെൺകുട്ടിയും. ഡേവിഡ് അഡ്ജസ്റ്റ് ചെയ്താണ് അനുവിൻ്റെ കൂടെ ജീവിക്കുന്നത് എന്ന് നീ പറഞ്ഞല്ലോ. എന്നാൽ അതിൻ്റെ 1000 ഇരട്ടിയാണ് അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കവും പിണക്കവും സ്വാഭാവികമാണ്. പിന്നെ നീ പറഞ്ഞ ഡിവോഴ്സിൻ്റെ കാര്യം, അനുവിനെ ഒഴിവാക്കി അങ്ങോട്ട് അന്നയെ കൊണ്ടുവരാമെന്ന് നീ മനസ്സിൽ പോലും ചിന്തിക്കേണ്ട. അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ വാക്കിനെ കുടുംബത്തിലുള്ളവർ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അനു തന്നെയായിരിക്കും ഡേവിഡിൻ്റെ ഭാര്യ. ഭക്ഷണം കഴിക്കുമ്പോഴും അനുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വല്യമ്മച്ചിയുടെയും അമ്മച്ചിയുടെയും പെരുമാറ്റം അവളെ വല്ലാതെ നോവിച്ചിരുന്നു. പോരാത്തതിന് നല്ലൊരു ദിവസമായി അമ്പലത്തിൽ പോകണമെന്ന് കരുതിയിട്ട് നടന്നതുമില്ല. കഴിച്ചു കഴിഞ്ഞ് അവൾ അലീനയുടെ മുറിയിലേക്ക് പോയി. അവൾക്ക് വേണ്ട ഭക്ഷണവും മരുന്നുമെല്ലാം അനു തന്നെ കൊടുത്തു. അനു എല്ലാം ചെയ്യുന്നത് കൊണ്ട് മേരി ചേച്ചിക്ക് ഇപ്പോൾ ജോലി ഭാരം കുറവാണ്. ലീനയെ കുളിപ്പിക്കാൻ മാത്രം അനുവിനെ ഒന്ന് സഹായിച്ചാൽ മതി. അന്നത്തെ ദിവസം മുഴുവൻ അവൾ അലീനയോടൊപ്പം മുറിയിലിരുന്നു. സംസാരിച്ചിരിക്കുകയാണ് അനു. അവളുടെ അടുത്ത് തന്നെ ലിസയും എമിമോളുമുണ്ട്. ഒന്നും സംസാരിക്കാതെ എന്തോ ചിന്തിച്ചിരിക്കുന്ന അനുവിനെയാണ്. അനു, എന്താ നീ ചിന്തിച്ചിരിക്കുന്നേ? അത് ചേച്ചി, ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ വർഷവും ഈ ദിവസം അമ്പലത്തിൽ പോകാറ്. ഇപ്പോൾ മനസ്സിനാകെ ഒരു അസ്വസ്ഥത. അമ്പലത്തിൽ പോകാൻ തോന്നുന്നു. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ അനു അത് പറഞ്ഞതും ലിസയ്ക്കും സങ്കടം തോന്നി. ഇപ്പം നിനക്ക് അമ്പലത്തിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊന്നും ഇവിടെ ആരും ഒരു മുടക്കവും പറയില്ല. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എന്ത്? അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചില്ലല്ലോ. എന്ത് അദ്ദേഹമോ? ദേ പെണ്ണെ, ഞങ്ങൾ കെട്ടിയോന്മാരെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇച്ചായനെന്നാ. അതുപോലെ നീയും ഡെബിയെ ഇച്ചായനെന്ന് വിളിച്ചാൽ മതി. ഒരു ശാസനയോടെ ലിസ പറഞ്ഞതും അനു അതേന്ന് സമ്മതിച്ചു. നീ വല്യപ്പച്ചനോട് പറഞ്ഞാൽ മതി. പിന്നെ ഡെബി എതിര് പറയത്തില്ല. അത് മാത്രമല്ല, പെട്ടെന്ന് തിരിച്ചു വരാം. മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയാൽ പിന്നെ പാതിരാത്രി നോക്കിയാൽ മതി. ചേച്ചി അത്... നീ വാ പെണ്ണെ, ഞാനും വരാം. നമുക്ക് 2 പേർക്കും കൂടെ പോകാം. അനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ലിസ നടന്നു. നേരെ ചെന്നത് വല്യപ്പച്ചൻ്റെ അടുത്തേക്കായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തിന് അമ്പലത്തിൽ പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ മുടക്കം പറയാൻ അയാൾക്ക് തോന്നിയില്ല. അമ്മച്ചിയും വല്യമ്മച്ചിയും നേരത്തെ കിട്ടിയതിൻ്റെ ഹാങ് ഓവറിൽ മുറിയിലിരിപ്പാണ്. ഒരു വൈറ്റ് കളർ സാരി ഉടുത്ത് അനു അമ്പലത്തിലേക്ക് ഇറങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആരോടും അനുവാദം ചോദിച്ചെന്ന് പറഞ്ഞാലും ഡെവിയോട് പറയാതെ പോയത് അവനറിഞ്ഞാൽ, പക്ഷേ പോകാതിരുന്നാൽ ഒരു സമാധാനവും കിട്ടില്ല. അനു വാ പോകാം. എമിമോളെയും കൂട്ടി ലിസയും അവരോടൊപ്പം ഇറങ്ങി. ലിസയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ മുൻപിൽ കാറ് നിന്നതും അനുവും എമിമോളും പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ലിസയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ. അയ്യോ, എന്നിട്ട് മമ്മിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കർത്താവേ, ഞാൻ ഉടനെ വരാം പപ്പ. അനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ലിസ കോള് കട്ട് ചെയ്തു. എന്താ ചേച്ചി, എന്തു പറ്റി? മുഖമല്ലാതിരിക്കുന്നല്ലോ. ഐ എം സോറി അനു, എൻ്റെ പപ്പയെ വിളിച്ചത്. മമ്മ ഹോസ്പിറ്റലിലാണ്, അല്പം സീരിയസ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് അർജൻറ്റായി അങ്ങോട്ട് പോയേ പറ്റൂ. ഇതിനാണോ ചേച്ചി എന്നോട് ക്ഷമ പറഞ്ഞത്? ചേച്ചി ധൈര്യമായിട്ട് പോയി വാ, ഞാൻ ഇവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നോളാം. കുരിശുവീട് അറിയാത്ത ഡ്രൈവർമാരൊന്നും ഈ നാട്ടിലുണ്ടാവില്ലല്ലോ. ഇരിക്കുന്ന ലിസയുടെ മുഖം കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് അനു അത് പറഞ്ഞു. വേണ്ട അനു, നീ തനിച്ച് അത് ശരിയാവില്ല. ഞാൻ വല്യപ്പച്ചനെ വിളിച്ചു പറയാം ഇങ്ങോട്ട് കാറയക്കാൻ. വേണ്ട ചേച്ചി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് വീട്ടിലേക്ക് കയറിപ്പോയാൽ ഒരു 2 കിലോമീറ്റർ അത്രയല്ലേ കാണൂ. അനു, എന്നാലും എനിക്കൊരു... ചേച്ചി സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്. ഒരുവിധം ലിസയെ നിർബന്ധിച്ച് അനു പറഞ്ഞു വിട്ടു. പിന്നെ അനു അമ്പലത്തിലേക്ക് കയറി ചെന്നു. ശിവപാർവതി പ്രതിഷ്ഠയാണ് അവിടെ. മനമുരുകി പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് നിറയെ അവളുടെ കുടുംബവും അലീനയുമായിരുന്നു. ഇക്കണ്ട കാലങ്ങൾ അത്രയും തന്നെ പൊന്നുപോലെ നോക്കിയത് അച്ഛനും അമ്മയും ചേട്ടനുമാണ്. ചേട്ടൻ ഞാൻ അനിയത്തിയായിരുന്നില്ല, മകളായിരുന്നു. എൻ്റെ പ്രണയമായിരുന്ന, ഇഷ്ടമായിരുന്നു. ഞാൻ വേണ്ട എന്ന് വെച്ചതുപോലും എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ശത്രുവിൻ്റെ അനിയൻ എന്നുള്ള കാരണം കൊണ്ട് ഏട്ടനത് ഇഷ്ടപ്പെടില്ല എന്നറിയുന്നത് കൊണ്ടാണ് വേണ്ട എന്ന് വെച്ചത്. എന്നിട്ടും തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉപേക്ഷിച്ച് തള്ളി പറഞ്ഞു. അതുപോലെ തനിക്ക് ഈ ജന്മം അവരോട് പെരുമാറാൻ കഴിയില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ പോലും ഞാനില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എന്നും എൻ്റെ കുടുംബവും ഉണ്ടാവും. അലീന, എൻ്റെ കാരണം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടൊരു പെൺകുട്ടി തൻ്റെ ജീവനും ജീവിതവും പകരം കൊടുത്താലും അവളുടെ നഷ്ടത്തിന് തുല്യമാവില്ല.
അനു മനസ്സറിഞ്ഞ് പശ്ചാത്താപിച്ചു. അലീന എഴുന്നേറ്റ് നടക്കാനും പുതിയൊരു ജീവിതം അനു അതിയായി ആഗ്രഹിച്ചിരുന്നു. പിന്നെ മനസ്സിലേക്ക് വന്നത് ഡേവിഡാണ്. അയാളെ തെറ്റു പറയാൻ തനിക്ക് കഴിയില്ല. കാരണം സഹോദരിയെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ആർക്കും തന്നോട് പക തോന്നാം, അതിൽ തെറ്റില്ല. എന്നാൽ എപ്പോഴൊക്കെയോ അറിയാതെ തൻ്റെ മനസ്സിൽ അയാൾ ഇടം നേടിക്കഴിഞ്ഞു. എപ്പോഴൊക്കെയോ മനസ്സുകൊണ്ട് താനും അയാളെ പ്രണയിച്ചു തുടങ്ങി. എന്നാൽ താൻ കാരണം സ്വയം ജീവിതം നഷ്ടപ്പെടുത്തുന്ന അദ്ദേഹത്തെ കാണി അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. എല്ലാത്തിനുമുള്ള കാരണം താനാണ് എന്നുള്ള തിരിച്ചറിവ്, അതിലുപരി പ്രണയിക്കുന്ന 2 പേരുടെ വേർപാടിൻ്റെ കാരണക്കാരി. ഹൃദയം നുറങ്ങുന്ന വേളയിലും ആ ശിവന്റെ പ്രതിഷ്ഠയോട് മൗനമായി അവൾ ചോദിച്ചത് എല്ലാവരുമൊത്തുള്ളൊരു സന്തോഷകരമായ ജീവിതമാണ്. അതിൽ അച്ഛനും അമ്മയും അലീനയും ഡേവിഡും അവൻ്റെ കുടുംബവും എല്ലാം ഉണ്ടായിരുന്നു. അമ്പലത്തിലെ ചന്ദനവും ഒരു തുള്ളി സിന്ദൂരവും ചാർത്തി അവൾ പുറത്തേക്കിറങ്ങി. അമ്പലത്തിൻ്റെ മുൻപിൽ കാണുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. പുതിയ സ്ഥലമാണ്, വഴിയും അറിയില്ല, കയ്യിൽ ഫോണുമില്ല. എങ്കിലും കുറച്ച് ക്യാഷുണ്ട്. അതുകൊണ്ട് അവൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. പെട്ടെന്നാണ് ഒരു കാറ് മുന്നിൽ വന്നു നിന്നത്. ഒന്ന് ഞെട്ടിയെങ്കിലും തല ഉയർത്തി നോക്കിയ അനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ ആ പേര് പറഞ്ഞു, അർജുൻ. അനുവിനെ കണ്ടതും അർജുനൊന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ പഴയ പ്രണയം തിരതള്ളുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു. അനു, താനെന്താടോ ഇവിടെ? പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അർജുൻ അവളോട് ചോദിച്ചു. അത് ഞാൻ. പെട്ടെന്ന് അവനോട് എന്ത് പറയണമെന്നറിയാതെ അവളൊന്ന് പരുങ്ങി. വലിയ ബിസിനസ്സുകാരനായ ഡേവിഡിൻ്റെ ഭാര്യ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. അവൻ്റെ മറുപടിയിൽ അനു ഒന്ന് പതറി. താൻ ഞെട്ടണ്ട, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു. അത് വിട്. കുരിശ് വീട്ടിലേക്കാണെങ്കിൽ കയറ്, ഞാൻ ആ വഴിയാണ്. അവൻ തന്നെ വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും അവൾക്കൊരു മടി തോന്നി. അത് ഞാൻ. എൻ്റെ പ്രണയമോ താൻ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും തനിക്ക് താല്പര്യമില്ലെങ്കിൽ സോറി. അനുവിനെ നോക്കി സങ്കടത്തോടെ അത്രയും സംസാരിച്ച് തിരിഞ്ഞു പോകുന്ന അർജുനെ കാണി അവളിൽ ഒരു നോവുണർന്നു. അർജുൻ, ഞാൻ വരാം. അർജുൻ അവളെ കൂട്ടി കാറിലേക്ക് കയറി. അവൻ്റെ കണ്ണുകൾ അവളെ ഒന്ന് നിരീക്ഷിച്ചു. കണ്ണുകളിൽ പഴയ തിളക്കമില്ല, മുഖമെല്ലാം വാടിയിരിക്കുന്നു. അവൾക്കെന്തോ സങ്കടമുള്ളതുപോലെ. അനു. ഡ്രൈവിങ്ങിനിടയിൽ അവൻ അവളെ വിളിച്ചു. തല താഴ്ത്തി നിന്ന് അനു കണ്ണുകൾ ഉയർത്തി നോക്കി. നീ ഹാപ്പിയാണോ? ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് വേദനയായിരുന്നു, തൻ്റെ നഷ്ടപ്രണയം. ആ വാക്കുകൾ കേൾക്കെ ഉള്ളിലെ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം പുറത്തേക്ക് വരാതിരിക്കാൻ അനു പാടുപെട്ടു. തൻ്റെ തൊണ്ടക്കുഴിയിലെ ശബ്ദം അവൾ അടക്കി നിർത്തി. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അനു തല താഴ്ത്തി നിന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം അനു. നിന്റെ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് നീ ഡേവിഡിനെ പ്രണയിച്ച് വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയിൽ എന്തോ ഉണ്ട്. അല്ല, ഞങ്ങൾ പ്രണയിച്ചു തന്നെയാണ് വിവാഹം കഴിച്ചത്. അനു, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നതല്ല. നിന്റെ ഓരോ മാറ്റവും എനിക്ക് പെട്ടെന്നറിയാം. അതുകൊണ്ട് നീ എൻ്റെ മുൻപിൽ ഒരുപാട് അഭിനയിച്ച് ബുദ്ധിമുട്ടേണ്ട. നിന്റെ കഴുത്തിലും മുഖത്തിലും കാണുന്ന പാടുകളിൽ നിന്ന് തന്നെ അറിയാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം. അനുവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ടാണ് അർജുനത് പറഞ്ഞത്. അത് കേൾക്കെ അവളുടെ കൈ തലയിന്ന് ഡേവിഡ് നൽകിയ മുറിവിൽ അമർന്നു. അർജുൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവൾ തലതാഴ്ത്തി തന്നെ ഇരുന്നു. നീ എന്തിനാ ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടന്നിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇയാളുടെ ഭാര്യയായി ജീവിക്കുന്നത്? അർജുൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവാതെ അവൾ അവനെ ഒരു നിമിഷം തല ഉയർത്തി നോക്കി. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവെ ലോകമറിയുന്ന ബിസിനസ് മാത്രമല്ല, ഒരു വലിയ ഗ്യാങ്സ്റ്റർ കൂടിയാണ്. നിന്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരുപാട് നിരപരാധികളുടെ രക്തത്തിൻ്റെ മണമുണ്ട്. അയാൾ ഒരു ക്രിമിനലാണ്, ഒരു മനസ്സാക്ഷിയില്ലാത്തവൻ, ആരെയും കൊല്ലാൻ മടിക്കാത്തവൻ. ഹീ ഈസ് എ ഡെവിൽ. അർജുൻ സംസാരിച്ച് തീരുന്നതിന് മുൻപ് അനുവിൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള അനുവിൻ്റെ അടിയിൽ അറിയാതെ അർജുൻ ബ്രേക്ക് ചവിട്ടിപ്പോയി. ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ കവിളിലേക്ക് കൈവച്ച് പോയി അവൻ. അനു. അനുവിനെ നോക്കി അർജുൻ കാണുന്നത് ദേഷ്യത്തിൽ ചുവന്നു നിൽക്കുന്ന അവളുടെ മുഖമാണ്. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അർജുൻ. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് നിനക്ക് വായിൽ തോന്നിയതൊന്നും അദ്ദേഹത്തെ പറയാമെന്ന് കരുതരുത്. ഞാനതെല്ലാം കേട്ടുകൊണ്ടിരിക്കില്ല. പിന്നെ ഇപ്പോഴും നിന്റെ മനസ്സിൽ പണ്ടത്തെ പോലത്തെ വല്ല ചിന്തകളും ഉണ്ടെങ്കിൽ അത് വേരോടെ തുടച്ചു നീക്കിയേക്ക്. ഈ ജന്മം അനുരാധയുടെ മനസ്സിൽ ഡേവിഡ് മാത്രമായിരിക്കുമല്ലോ. നിന്റെ മനസ്സിൽ ഈ ജന്മം അവൻ മാത്രമായിരിക്കും.
എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും നിനക്ക് സ്ഥാനമുണ്ടോ? ആ ചോദ്യം അനുവിനെ തളർത്താൻ തക്കതയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവനെ കാണിക്കാതെ അവൾ വേഗം പുറത്തേക്കിറങ്ങി. ഞാൻ പോകുന്നു അർജുൻ, ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. അവനെ നോക്കി അത്രമാത്രം സംസാരിച്ചുകൊണ്ട് അവൾ മറ്റൊരു ഓട്ടോ വിളിച്ചു പോയി. തൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അർജുൻ അനുവിനെ പകയോടെ നോക്കി. പിന്നെ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഈ സമയം തൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോകളിലേക്ക് പകയോടെ നോക്കുകയായിരുന്നു അവൻ. ഡേവിഡ്